പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തെ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നോക്കൂ, ഈ വാക്യം സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുളിമാവ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തെയും നീതിയെയും ആത്മീയ ജീവിതത്തെയും മുഴുവനായി ഇല്ലാതാക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പാപവും ദുഷ്ടതയും കൂടുതലായി പെരുകുകയും അനേകർ ഇതിൽ ചേർന്ന് അശുദ്ധരായിത്തീരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യം ഇവിടെ പറഞ്ഞത്. 7-ാം വാക്യത്തിൽ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നോക്കൂ, അസാരം പുളിമാവാണ്, അതായത് സ്വല്പം പുളിമാവാണ് മുഴുവനും വ്യാപിച്ച് ക്രിസ്തീയ കൂട്ടായ്മയെ തന്നെ ദുഷിച്ച് വരുത്തുന്നത് നാം ചിന്തിക്കണം. അതിൽ ദുഷിപ്പ് വരുത്തുന്ന സ്വല്പം പുളിമാവാണ്. പ്രിയ മക്കളെ, മർക്കോസ് സുവിശേഷം 8:15 പറയുന്നു, അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. ഞാൻ ആദ്യം തന്നെ പുളിച്ചമാവിനെ പറ്റി പറഞ്ഞിരുന്നു, അതായത് ഇത് ദുഷ്ടതയെ കാണിക്കുന്നു എന്ന്. അല്പം പുളിച്ചമാവ് മുഴുവനെയും പുളിപ്പിക്കുന്നുണ്ട്. പരീശന്മാരുടെ പുളിച്ചമാവ് ദൈവത്തിന്റെ കൽപ്പനകൾക്കും നീതിക്കും മുൻഗണന കൊടുത്ത് മാനുഷിക ആശയങ്ങളോടുള്ള അവരുടെ സമ്പ്രദായത്തെയാണ് കാണിക്കുന്നത്. മർക്കോസ് സുവിശേഷം 7:6 ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. 8-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. അവരുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും ദൈവകൽപ്പന തള്ളിക്കളഞ്ഞതായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഹെരോദാവിന്റെ പുളിച്ച മാവെന്ന് പറയുന്നത് ഇത് സദൂക്യരുടെ തുല്യമാണ്. അതായത് മതേതരത്വത്തിന്റെയും ലൗകികതയുടെയും ആത്മാവിനെയാണ് ഇത് കാണിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മത്തായി സുവിശേഷം 3:7 പറയുന്നുണ്ട്, തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? നോക്കൂ, യേശു സർപ്പസന്തതികളെ എന്നാണ് വിളിക്കുന്നത്. യഹൂദ മതത്തിലെ 2 കൂട്ടരാ ഈ പരീശന്മാരും സദൂക്യരും. പരീശന്മാർ പഴയ നിയമത്തെയും അതിലെ മാനുഷിക വ്യാഖ്യാനങ്ങളെയും അനുസരിച്ചിരുന്ന കൂട്ടരാണ്. സദൂക്യർ അന്നത്തെ മതകാര്യങ്ങളിൽ സമീപനമുള്ള ആളുകളായിരുന്നു. ഇരു കൂട്ടരും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെയും വ്യാഖ്യാനത്തെയും ഉയർത്തി കാണിക്കുന്നു. എങ്കിലും യേശുവിന്റെ ഉപദേശം സ്വീകരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നോക്കൂ, ഇവർ പുനരുത്ഥാനം, ദൂതന്മാർ, അത്ഭുതങ്ങൾ, നിത്യജീവൻ, വരുവാനിരിക്കുന്ന ന്യായവിധി ഇവയിലൊന്നും വിശ്വസിച്ചിരുന്നവർ അല്ല. ഹല്ലേലൂയ. ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ നാം ഇന്ന് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവമക്കളാകുന്ന നാം ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് ദൈവ ഇഷ്ടപ്രകാരം നടക്കേണ്ടവരും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരേണ്ടവരുമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ നാളുകളിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ നമ്മൾ അധികമായിട്ട് നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് നാം മുന്നോട്ട് പോകണം. പ്രിയ മക്കളെ, മർക്കോസ് സുവിശേഷം 8:15 ഹല്ലേലൂയ. നോക്കൂ, 15 അതായത് 16:6 എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ.
ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം സൂക്ഷിച്ചുകൊള്ളുവീനെന്ന. ഹല്ലേലൂയ. ഇവരുടെ പുളിച്ച മാവ് ദോഷത്തിന്റെയും ദ്രവത്വത്തിന്റെയും ചിഹ്നമാണ്. ഇത് ഇവരുടെ ഉപദേശങ്ങളെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഇന്നത്തെ ജീവിതങ്ങളിൽ പലരും ഹല്ലേലൂയ പല ഉപദേശങ്ങളും തെറ്റിയൊഴിഞ്ഞ് യേശുവപ്പൻ നമ്മളോട് പറഞ്ഞ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മറ്റു ചിലരെയും ഹല്ലേലൂയ ഉപദേശത്തിൽ നിന്ന് മാറ്റി മാറ്റി കൊണ്ടുപോകാൻ പലരും ഇന്ന് നുഴഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. ലൂക്കോസ് സുവിശേഷം 12:1 പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, കപടഭക്തി എന്ന് പറയുന്നത് യേശു ശിഷ്യന്മാരുടെ ജീവിതത്തിലും അവരുടെ ശുശ്രൂഷ വേളകളിലും പാപം കടക്കാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഹല്ലേലൂയ. നിങ്ങൾ പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്നിങ്ങനെ കപടഭക്തി ധരിച്ച് അനേകർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നതാകുന്നു എങ്കിൽ പ്രിയ മക്കളെ, നാം ദൈവിക വിളി അനുസരിച്ച് വെളിച്ചത്തിലേക്ക് നമ്മെ ആക്കി വെച്ചതായി കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ. അതുകൊണ്ടാ പത്രോസ് അപ്പോസ്തലൻ 1 ലേഖനം 2:9 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. നോക്കൂ, മുമ്പേ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആ വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ നാം ഓരോരുത്തരും ഹല്ലേലൂയ ഒരുക്കത്തോടെ ആയിരിക്കണം. പ്രിയ മക്കളെ, വെളിച്ചം പകർന്നു തന്ന യേശുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ നല്ല ഭാഗ്യ പദവികളെല്ലാം കർത്താവ് നമുക്ക് തന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരായി ഹല്ലേലൂയ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവപ്പന്റെ വചനത്തിലൂടെ അനേകരെ കൊണ്ടുവരുവാൻ നമ്മൾ ഒരുക്കത്തോടെ ആയിത്തീരണം. ഹല്ലേലൂയ. പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്ന അസാരം പുളിമാവുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. യേശുവപ്പന്റെ വചനം മൂലം എല്ലാവരിലേക്ക് ഹല്ലേലൂയ കർത്താവ് വലിയവനെന്ന് പറഞ്ഞു കൊടുക്കത്തക്കണം നാം വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നാം ഒരുക്കത്തോടെ കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ നമുക്കായി തീരാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അപ്പനെ ഉയർത്തുന്നവരായി തീരുവാൻ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹല്ലേലൂയ മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ കാണിക്കുവാൻ ഒരുക്കത്തോടെ ആയിത്തീരട്ടെ കർത്താവേ. അതിനുള്ള ദൈവകൃപ ഓരോ മക്കളുടെ മേലും കർത്താവ് പകർന്നു കൊടുക്കണമേ. ഹല്ലേലൂയ. ഒരു വ്യക്തിയിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് കർത്താവിന്റെ വചനം പകരുവാൻ ഓരോരുത്തർക്കും സഹായിക്കണം കർത്താവ്. അതിനു വേണ്ടി ഓരോരുത്തരെയും സമർപ്പണത്തോടെ ഹല്ലേലൂയ ആക്കി തീർക്കണം കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.